വീടിന്റെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് മുറിക്കുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയോളം അപഹരിച്ചു. തലയോലപ്പറമ്പ് പൊതി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പുത്തൻപുരയ്ക്കൽ PV സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ഏതാനും ദിവസം മുൻപ് വീട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറകൾ ഏണിഭിത്തിയിൽ ചാരിവച്ച ശേഷം മുകളിലേക്ക് തിരിച്ചു വച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മോഷണത്തിന് ശേഷം CCTVയുടെ വീടിനുള്ളുണ്ടായിരുന്ന ഹാർഡ് ഡിസ്കും മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയി. മുറിക്കുള്ളിലെ മേശവരിപ്പിൽ നിന്നും അലമാരയുടെ താക്കോലെടുത്ത ശേഷം അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയായിരുന്നു. വീടിനുള്ളിൽ നിന്നും രേഖകളടങ്ങിയ മേശവലിപ്പ് വീടിന് പുറത്ത് കൊണ്ടുവന്ന് വാരി വലിച്ചിട്ട നിലയിലാണ്. വിമുക്ത ഭടനായ ഗൃഹനാഥനും പെൻഷനറായ ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉറക്കത്തിൽ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുടമ ടോർച്ചടിച്ചു നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് മുൻവശത്തെ വാതിൽ വഴി കടന്ന് കളയുകയായിരുന്നു. അടുത്ത ദിവസം വീട്ടുടമയ്ക്ക് സർജറി നടത്തുന്നതിന്റെ ആവശ്യത്തിലേക്കുള്ള പണമാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്നത്. തലയോലപ്പറമ്പ് SI ജയകുമാർ KGയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കോട്ടയത്തു നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.